ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. 2025 എനിക്ക് എന്താ പറയുക, ഇതിൽ കട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറയാണ്. 2025 എനിക്കൊരു ഭയങ്കര ഡൗൺഫാളായൊരു വർഷമായിരുന്നു. പ്ലസ് ചെറിയ ചെറിയ സ്റ്റെപ്പ്, ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. ഓൾസോ ഒരുപാട് മെൻ്റലി സ്ട്രഗിൾ ചെയ്തതും ഒരുപാട് കടമ്പകൾ കടന്നു വന്ന ഒരു വർഷമാണ് 2025. സോ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും 2025 ഒട്ടുമിക്ക ആളുകൾക്കും എൻ്റെ അവസ്ഥയിലൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വർഷമാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ പാഷൻ സിനിമയാണ്, സിനിമ മാത്രമാണ്. അപ്പോൾ ഞാൻ 2025 ഇന്ന് December 31 ആട്ടോ. 2025 ഞാൻ 3 സിനിമ ചെയ്തു. 3 സിനിമ, ഒരു എബനേസർ എന്ന സിനിമ, പിന്നെ അത് യൂട്യൂബിൽ റിലീസായി. അതിൽ അത്യാവശ്യം ക്യാരക്ടർ എനിക്ക് കിട്ടി. ആൻഡ് ഇറങ്ങാൻ പോകുന്നൊരു ചെറിയൊരു സിനിമയിൽ ഞാൻ റിയ എന്ന സിനിമ, അതിൽ ചെറിയൊരു കാണിക്കാൻ പറ്റിയ ഒരു ഭാഗം. ആൻഡ് എൻ്റെ സിനിമ ഉയരെ അതെപ്പോഴും ഇറങ്ങിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. സ്റ്റിൽ സെർച്ചിങ് ഫോർ എ ബെറ്റർ പ്ലേസ് ടു റിലീസ് പ്രോപ്പർലി. ആൻഡ് ആഘോഷം എന്ന സിനിമ റിലീസായി. ആക്ച്വലി 4 സിനിമ. ഞാൻ റിയ ഒന്നും അധികം ആയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ 3 എന്ന് പറഞ്ഞത്. സോ 4 സിനിമ. ആഘോഷം സിനിമ അത്യാവശ്യം തിയേറ്ററിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഐ എം സോ ഹാപ്പി. ആളുകൾ കാണുന്നു, കണ്ട ആളുകൾ എന്നോട് നല്ല അഭിപ്രായം പറയുന്നു. കുറച്ച് നേരമുള്ളെങ്കിലും നല്ല അഭിപ്രായം. ആൻഡ് ഒരുപാട് മീഡിയാസിനോടൊക്കെ സംസാരിക്കാൻ എനിക്ക് പറ്റി. എല്ലാ മീഡിയാസിനോടും ഈ തിയേറ്ററിൽ പടം ഇറങ്ങിയ ദിവസം ഞാൻ പോയി സംസാരിച്ചു കുറേ മീഡിയാസിനോട്. അവരെല്ലാവരും തന്നെ ഞാൻ പറഞ്ഞതൊക്കെ കവർ ചെയ്തിട്ട് അവർ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് ബിഗ് താങ്ക്സ്. ആൻഡ് ലോട്ട് ഓഫ് ഡിസ്റെസ്പെക്റ്റ് കിട്ടിയ ഒരു വർഷം എന്ന് പറയാം എനിക്ക് 2025. 2026 കിടക്കുമ്പോൾ ഞാൻ 2025 പഠിച്ചൊരു പാഠം എന്ന് പറയണമെങ്കിൽ, ഒരുപാട് നല്ലവനായിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ പഠിച്ചത്. ഒരുപാട് ലോയലായിട്ടും ഒരു കാര്യമില്ല. കാരണം നോ വൺ ലോയൽ ടു മീ. എന്നോട് ആരും അധികം ലോയലായിരുന്നില്ല. സോ ഇത് കാണുന്ന ആരൊക്കെ കാണുന്ന എനിക്കറിയില്ല, കാണുന്ന എല്ലാവരോടും പറയാണ് മറ്റേ രജനീകാന്ത് ഡയലോഗ്, നല്ലവനായിട്ട് ആനാ റൊമ്പ നല്ലവനായി കൂടാതെ. അതുപോലെയാണ് എനിക്ക് മനസ്സിലായത് ഈ വർഷത്തിൽ. ആൻഡ് അത്രേ ഉള്ളൂ. ഈ വർഷം അവസാനിക്കുകയാണെന്ന്. അടുത്ത വർഷം ലോട്ട് ഓഫ് ഹോപ്സ്, ഒരുപാട് സ്വപ്നം ആൻഡ് ലോട്ട് ഓഫ് മാനിഫെസ്റ്റ് വിഷൻ ഒരുപാടുണ്ട്. ഞാൻ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇതെൻ്റെ പ്രോമിസാണ്. എന്നെ ഇഷ്ടപ്പെടുന്ന, ഞാൻ എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കുന്ന ഒരു പ്രോമിസാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും സിനിമയിൽ ഞാൻ അടുത്ത വർഷം കുറച്ചധികം സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, അത്യാവശ്യം അറിയപ്പെടുന്ന ലെവലിൽ തന്നെ ഒരു നല്ല സിനിമയുടെ ഭാഗമായിട്ട് മാറും ഞാൻ. അങ്ങനെ നല്ല സിനിമയിൽ ഭാഗമായി മാറിയാൽ എനിക്ക് ഇനിയും അവസരങ്ങൾ കിട്ടാനുള്ള വേഷമായിരിക്കും ഞാൻ ചെയ്യുക എന്ന് ഞാൻ പ്രോമിസ് ചെയ്തിരുന്നു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എല്ലാവർക്കും വിഷിംഗ് യു എ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ചുമ്മാ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ എൻ്റെ വട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ തിരി വരും. ഓക്കെ, ബൈ. ഒരു ചെറിയ കട്ടുണ്ട്, ഒരു കാര്യം പറയാൻ പറ്റൂ. ഈ വർഷം എനിക്ക് കുറച്ച് നല്ല സുഹൃത്തുക്കൾ എനിക്ക് കിട്ടി. സിനിമ സെറ്റെന്നും അതേപോലെ തന്നെ ഓൺലൈനിൽ നിന്നും നല്ല നല്ല സുഹൃത്തുക്കൾ എനിക്ക് കിട്ടി. അവരോടൊക്കെ താങ്ക്സ് ഫോർ മീ വെനായി ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് എൻ്റെ കൂടെ നിന്ന് എനിക്ക് താങ്ക്സ്. പിന്നെ ഞാൻ കാരണം ഹേർട്ടായ ആളുകളുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. ഞാൻ എന്താ പറയുക, ഹേർട്ടായതിൽ ഞാനൊരു വലിയൊരു കാരണമാണെങ്കിൽ ആ കാരണം ഇനി ഇല്ലാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. ആൻഡ് അത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ. ഈ കാര്യം വിട്ടുപോയി, അത് ഞാൻ കട്ട് പറഞ്ഞ് വീണ്ടും വന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഈ വർഷം ഞാൻ വേറെ എന്തെങ്കിലും വീണ്ടും കട്ട് വരും ഈശ്വര. പിന്നെ ഈ വർഷം എനിക്ക് ഐ ലോസ്റ്റ് എ ഫ്രണ്ട്. എനിക്ക് ഒരു ഫ്രണ്ടിനെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് കേട്ടോ പറയാൻ, അതൊരു നഷ്ടമായിരുന്നു. ഒരുപാട് അധികം സംസാരിക്കുന്ന ആളല്ലെങ്കിലും സംസാരിച്ചിരുന്ന ഒരാളാണ്. സോ ഐ മിസ് ഹിം. ആൻഡ് കുറേ പേരുടെ
ശരിക്കുള്ള ക്യാരക്ടറുകളൊക്കെ എനിക്ക് മനസ്സിലായ വർഷം കൂടി കേട്ടത്. ഇപ്പോൾ ഫേക്ക് എന്ന് പറയാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറം ചില ആൾക്കാരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അവസ്ഥകൾക്കനുസരിച്ച് മാറുന്ന കുറേ ആളുകൾ എനിക്ക്, മുഖം മൂടികൾ എനിക്ക് മനസ്സിലായി. ആൻഡ് ഒരുപാട് ബുക്കുകൾ വായിക്കാൻ ഈ വർഷം എനിക്ക് സാധിച്ചു. ലോട്ട് ഓഫ് ബുക്സ്. ഇനിയും പുതിയ ബുക്കുകൾ വായിക്കണം. ആൻഡ് ഐ ഗോട്ട് എ വെരി നൈസ് പീപ്പിൾ ഓൾസോ. എനിക്ക് നല്ല നല്ല എനിക്ക് വ്യക്തികൾ എനിക്ക് ലൈഫിൽ കിട്ടി. 2 വ്യക്തികൾ, മെച്ചുവേർഡായിട്ടുള്ള 2 ആളുകൾ. അവരെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് അവരോട് ഇഷ്ടമുള്ള ആൾക്കാരാണ്. യാ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ. എൻ്റെ സിനിമ ആഘോഷം, ചെറിയ വേഷം ചെയ്ത ആഘോഷം സിനിമ എൻ്റെ അമ്മേനെ എനിക്ക് തിയേറ്ററിൽ കയറ്റിയിട്ട് എൻ്റെ പടം, ഞാൻ അഭിനയിച്ച സീന് കാണിക്കാൻ എനിക്ക് പറ്റി. അത് വലിയൊരു അച്ചീവ്മെൻ്റാണ്. അതൊക്കെ എൻ്റെ ചെറിയ ചെറിയ ഗ്രോത്താണ്. ഡൗൺഫാളിനെ കുറിച്ച് പറഞ്ഞ് നെഗടിപ്പിക്കണ്ടല്ലോ വെച്ചിട്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്. എന്തായാലും ഭയങ്കര മോശമായ അവസ്ഥയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതൊന്നും വീണ്ടും കുത്തിപ്പൊക്കി പറയുന്നില്ല. ഇറ്റ്സ് എ പാസ്റ്റ്, സോ ഐ പുട്ട് ഇറ്റ് ദെയർ. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അത് എടുത്ത് പറഞ്ഞ് വീണ്ടും ശോകമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ആസ് യൂഷ്വൽ സിനിമ ചെയ്യും, സിനിമകളിൽ ഞാൻ നന്നായി അഭിനയിക്കും. ഐ വിൽ ബി ബെറ്റർ ആക്ടർ. ദാറ്റ്സ് ഇറ്റ്. ബൈ. ഇനി കട്ടില്ല. ബൈ.